സോ ഹൈ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു വീഡിയോ എന്താണെന്ന് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി റെഡിയും കോഡ് ഏണിംഗ് ആപ്ലിക്കേഷനാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ റെഡിയും കോഡ് ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയും കോഡ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. ആ ഒരു റെഡിയും കോഡ് യൂസ് ചെയ്ത് ഈ ഫുട്ബോളും ക്ലബ് കോഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലൈവായിട്ട് തന്നെ ആ ഒരു ആപ്പിൽ നിന്ന് 50 രൂപേൻ്റെ റെഡിയും കോഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. സോ അത് യൂസ് ചെയ്ത് എങ്ങനെ ഈ ഫുട്ബോൾ ക്ലബ് കോഡ് എടുക്കുക എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. സോ അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ അവർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഓർമ്മ പറയുന്നില്ല, ഡയറക്റ്റ് നമുക്ക് അടിപൊളി വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ലിങ്കിൽ പ്രശ്നം പ്ലേ സ്റ്റോറിലും ആപ്പിൻ്റെ ഒരു ഡയമണ്ട് വാല എന്നാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ 1 മില്യൺ പ്ലസ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആപ്പാണ്. അപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യാം. അല്ലാത്തൊരു താഴെ ലിങ്ക് പ്രശ്നം പ്ലേ സ്റ്റോറിൽ ഇടുമ്പോൾ അവിടെ നിന്ന് ആ ഒരു ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ അടിയിൽ ഒതൻറ്റിക്കേറ്റ് ചെയ്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് അവിടെ നിന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറയും. ആ ഒരു അക്സെപ്റ്റിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അതിലൂടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ആപ്പിലോട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റെഫർ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ലിങ്ക് എന്നുള്ള അടിയിലായിട്ടും റെഫർ കോഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കോഡ് കൊടുത്തേക്കാം. ജസ്റ്റ് അത് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോക്കി എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ റെഫർ കോഡ് എൻ്റർ ചെയ്ത് കയറുന്ന എല്ലാവർക്കും 350 കോയിൻസ് സംതിങ് സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് റെഫർ കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം ഈ ഒരു ആപ്പിലോട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തെടുക്കാം. സോ റെഫർ കോഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്താൽ ബോണസ് കിട്ടും, അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ആപ്പിൽ കോയിനാണ് എൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഏകദേശം 30,800 സംതിങ് കോയിൻസ് കാണാൻ പറ്റും. അപ്പോൾ താഴെ ലിങ്കിൽ കൂടെ റെഫർ കോഡ് എൻ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഏകദേശം 350 കോയിൻ അങ്ങനെ എന്തോ സൈൻ അപ്പ് ബോണസ് കിട്ടുന്നത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഡെയിലി ചെക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തത് ഞാൻ ടുഡേയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 30 കോയിൻസ് കിട്ടി. ജസ്റ്റ് കളക്റ്റിൽ പ്രസ് ചെയ്ത് കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം ചെക്കിൻ ചെയ്യുന്നതിനനുസരിച്ച് ആദ്യം 20 കിട്ടും, 30 കിട്ടും, 50 കിട്ടും, അങ്ങനെ കൂടി വലിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും വരെ ആ ഒരു ഡെയിലി ചെക്കിൻ്റെ ഓപ്ഷനിൽ പ്രസ് ചെയ്തും ആ ഒരു ഡെയിലി കോയിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലെയിം ചെയ്തെടുക്കാം. വലിയ വർക്കൊന്നുമില്ല, കയറുക, ജസ്റ്റ് ചെക്കിൻ ചെയ്യുക, കോയിൻസ് ക്ലെയിം ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഒരു ആപ്പിലുള്ള ഏണിംഗ് ഓപ്ഷൻസ് നോക്കാം. മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഏണിംഗ് ഓപ്ഷനൊക്കെ. ആദ്യം തന്നെ ഇവിടെ 10 രൂപേൻ്റെ റെഡിയും കോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യാം. അതിൽ പ്രസ് ചെയ്താൽ നമ്മുടെ പബ് സ്കെയിലിൻ്റെ ഓഫർ വാളാണ് ആക്ച്വലി അത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാടധികം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടും കോയിൻസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഓഫർ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ ഏകദേശം 97 കോയിൻസ് കിട്ടും. വലിയ വർക്കൊന്നുമില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ബാക്ക് അടിക്കുക, കോയിൻ കിട്ടും. സോ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് കാണാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് ട്രൈ നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം നിങ്ങളത് ചെയ്ത് നോക്കാനായിട്ട് നോക്കാം. നല്ല രീതിക്ക് കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തൊട്ടടി തന്നെ പ്ലേ ടൈം ഗെയിംസിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യാം. യൂസേഴ്സ് ആണെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറയും. ജസ്റ്റ് സെറ്റിംഗ്സിലോട്ടും അവിടെ നിന്ന് ഒരു പെർമിഷൻ ഒന്ന് അലോ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എനിക്കൊരു ഗെയിം ഉണ്ട്, ഓക്കെ, ഞാൻ ആ ഒരു മോറിൽ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് 1 മിനിറ്റ് ഓപ്പൺ വെച്ചാൽ എനിക്ക് 29 കോയിൻ കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഓപ്പൺ വെച്ചാൽ 290 കോയിൻ കിട്ടും. ഒന്നുമില്ല, ഓപ്പൺ ചെയ്തിട്ട് പോയാൽ മതി, കോയിൻസ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. ന്യൂ യൂസേഴ്സിന് 1 മിനിറ്റിന് 100 കോയിൻ 90 കോയിനൊക്കെ കിട്ടുന്ന ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ഓഫേഴ്സ് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പ്ലേനോ എന്നുള്ളത് പ്രസ് ചെയ്യാം. പ്ലേ സ്റ്റോറിലോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ട് പോയാൽ മതി. എത്ര കോയിൻസ് നിങ്ങൾക്ക് വേണം അത്ര കോയിൻസ് ഇവിടെ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ്. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സ്ക്രീൻ ടൈം ഒന്ന് സ്ക്രീൻ ഓഫ് ടൈം കുറച്ച് കൂട്ടിയിടുക. അതിനുശേഷം ജസ്റ്റ് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് പോയാൽ മതി. ഇഷ്ടം പോലെ കോയിൻ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. സോ പ്ലേ ടൈം ഗെയിംസ് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ആപ്പുകാർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാം, സജസ്റ്റഡ് ഓഫേഴ്സ് എന്ന് പറഞ്ഞും. ഓക്കെ, ഇവിടെ കുറച്ച് ഓഫേഴ്സ് കാണാൻ പറ്റും. അത് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും മുകളിൽ ഓഫർ വാൾസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ പ്രസ് ചെയ്താലും മതി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മാഗ്നറ്റ് മൈനർ എന്ന് പറയുന്നൊരു ഗെയിമും ഞാൻ ഇതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഗെയിം ജസ്റ്റ് ആ ഒരു ഗെറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിൽ ഇട്ടും അവിടെ നിന്ന് ആ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആ ഒരു ഗെയിമിൽ നമ്മൾ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കോയിൻ കിട്ടും. സോ ഏറ്റവും അവസാനത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1.25 ലക്ഷം കോയിൻസിൻ്റെ അടുത്താണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ട്രിക്ക് യൂസ് ചെയ്ത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ഞാൻ വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു ഓഫർ വാളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കോയിൻസ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനും. ഇപ്പോൾ ഒരു സിക്സർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അവർ പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് 10 മിനിറ്റ് യൂസ് ചെയ്യാനാണ്. ഞാൻ ആ ഒരു അടിയിലുള്ള ഗെറ്റ് എന്നുള്ളൊരു ജസ്റ്റ് പ്രസ് ചെയ്യുന്നുണ്ട്. നേരെ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. ആ ഒരു ഡൗൺലോഡിൽ പ്രസ് ചെയ്തതിന് ശേഷം APK ആണ് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ആ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തും അതിനുശേഷം ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു മൊബൈൽ നമ്പർ വെച്ച് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് തന്നെ OTP കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ആ ഒരു ഹോം ഇൻ്റർഫേസിൽ ഒരു 10-12 മിനിറ്റ് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ ജസ്റ്റ്
ഒന്ന് യൂസ് ചെയ്യാനും അവർ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അതിനുശേഷം ബാക്ക് അടിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കോയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. കറൻ്റ്ലി അത് പെൻഡിങ് ആണ്. ഓക്കെ, പെൻഡിങ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കോയിൻ ആഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കോയിൻസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി സപ്പോസ് അഥവാ നിങ്ങൾക്ക് കോയിൻസ് ഒന്നും ആഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതെങ്ങനെ യൂസ് ചെയ്യാൻ ഒരു കാര്യം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, സെറ്റിംഗ്സ് പോലെയുള്ള പ്രൊഫൈലിൻ്റെ ഒരു ഓപ്ഷനാണ്. അവിടെ ജസ്റ്റ് പ്രസ് ചെയ്യാം. അവിടെ കോൺടാക്ട് അസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ ജിമെയിലോട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പിൽ സൈനപ്പ് ചെയ്ത മെയിൽ തന്നെ മുകളിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ മുകളിൽ അറ്റാച്ച് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് പ്രസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പിൻ്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് എടുക്കാം. രജിസ്റ്റർ ചെയ്തതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇഷ്യൂ ജസ്റ്റ് പറയാം, ഓഫർ കംപ്ലീറ്റ് ചെയ്ത് കോയിൻ ആഡ് ആയിട്ടില്ല എന്ന് ജസ്റ്റ് ഇംഗ്ലീഷ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. അവർ റീപ്ലൈയും കാര്യങ്ങളൊക്കെ തരും. സോ അതിനുശേഷം ആ ഒരു കോയിൻ ആഡ് ആകും. ഇത് കോയിൻ ആഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. മിക്ക ഓഫേഴ്സും ഓട്ടോമാറ്റിക്കായിട്ട് കോയിൻ ആഡ് ആകാത്തതിന് നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് അസിൽ പ്രസ് ചെയ്ത് അവരുടെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ അങ്ങനെ ഓഫേഴ്സും എല്ലാം നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അവിടെ സർവേൻ്റെ ഓപ്ഷൻ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞാണ്. സർവേൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് സർവേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 സ്റ്റാർ റേറ്റിംഗുള്ള നല്ല നല്ല സർവേസ് തന്നെ നോക്കി ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവിടുന്ന് കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അടിയിലായിട്ട് നിങ്ങൾക്ക് CPXൻ്റെ സർവേസ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയൊരു സർവേ വാളാണ്. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മിക്ക സർവേസും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ആ ഒരു സർവേയും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. ചെറിയ സർവേ ഉണ്ട്, 10 മിനിറ്റിൻ്റെ സർവേ, 5 മിനിറ്റിൻ്റെ സർവേ, 20-50 മിനിറ്റിൻ്റെ സർവേസ് ഉണ്ട്. അതിനൊക്കെ അനുസരിച്ച് കോയിൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിറ്റ് ലാബ്സിൻ്റെ സർവേ ഉണ്ട്. പിന്നെ അടിയിൽ ടൈം വാളിൻ്റെ ഓഫർ വാൾ ഉണ്ട്. അടിപൊളി ഓപ്ഷനാണ്. നമുക്ക് ചുമ്മാ ജസ്റ്റ് വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആഡ്സ് കണ്ടുകൊണ്ട് നല്ല രീതിക്ക് തന്നെ കോയിൻ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആ ഒരു ടൈം വാളിൻ്റെ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ അവിടെ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാം. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുക. യൂട്യൂബിലോട്ടും ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടാലും നിങ്ങൾക്ക് ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അടിയിൽ ഗെയിം കളിച്ചുകൊണ്ട് ഏൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഏണിംഗ് ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. പിന്നെ മുകളിൽ റെഫറൻഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എത്രയാണ് കറക്റ്റ് റെഫറിൻ്റെ കോയിൻ കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, എനിക്കൊന്ന് 300 കോയിൻ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് റെഫറിൻ്റെ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഏറ്റവും അവസാനം ക്യൂസിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അതിലൊന്നും ചെയ്യണം. അതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എത്രയാണ് ടൈം പറഞ്ഞാൽ അത് വെയിറ്റ് ചെയ്യുക. ബാക്ക് അടിച്ചാൽ ആ ഒരു കോയിൻസ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ചുമ്മാ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്ത് ബാക്ക് അടിച്ചാൽ കോയിൻ കിട്ടും. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ബാക്ക് അടിച്ചുകൊണ്ടാണ് കോയിൻ കിട്ടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എത്രയാണ് അവർ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് അത്രയും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോയിൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് ലീഡർ ബോർഡിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. 2 ലീഡർ ബോർഡ് ഉണ്ട്. ഒന്ന് റെഫർ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ലീഡർ ബോർഡ് ഉണ്ട്. അതുപോലെ ഡെയിലി കോയിൻസ് ഏൺ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ലീഡർ ബോർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം കോയിനൊക്കെ ഏൺ ചെയ്ത് ലീഡർ ബോർഡിൽ വന്നാലും അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെ ആ ഒരു ഈ ഒരു ഏൺ ചെയ്ത കോയിൻസ് റെഡീം ചെയ്യാൻ നോക്കാം. സോ അടിയിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 1250 കോയിൻ ഉണ്ട്. 10 രൂപേൻ്റെ റെഡിയും കോഡ് എടുക്കാം. മാക്സിമം 240 രൂപേൻ്റെ റെഡിയും കോഡ് വരെ എടുക്കാൻ പറ്റും. പിന്നെ അടിയിലോട്ട് UPIയിലോട്ട് ക്യാഷ് കൊണ്ടിരിക്കുക. അതിൻ്റെ ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു 50 രൂപേൻ്റെ റെഡിയും കോഡ് ലൈവായിട്ട് എടുത്ത് കാണിച്ചു തരാം. ആ ഒരു റെഡീം എന്നുള്ള എടുത്ത് അല്ല ഒരു വിഡ്രോ എന്നുള്ള എടുത്ത് ജസ്റ്റ് പ്രസ് ചെയ്തു സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡീം കോഡും കാര്യങ്ങളൊക്കെ റിസീവ് ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ കോപ്പി റെഡീം കോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്തു. ആ റെഡീം കോഡ് ഒന്ന് കോപ്പി ചെയ്തെടുത്തും നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് മെത്തേഡ്സ് എടുത്തു. 160 രൂപ സംതിങ് ആണ് പ്ലേ സ്റ്റോർ വാങ്ങിച്ച്. അടിയിലുള്ള ആ ഒരു റെഡീം കോഡ് എന്നുള്ള എടുത്ത് പ്രസ് ചെയ്ത് ആ ഒരു ആപ്പിൽ നിന്ന് കിട്ടിയ ഫ്രീ ആയിട്ട് കിട്ടിയ ആ റെഡീം കോഡ് ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്തും ആ ഒരു കൺഫേമിൽ പ്രസ് ചെയ്യുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ പ്ലേ സ്റ്റോർ ബാലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ ആപ്പ് യൂസ് ചെയ്ത് ഇതുപോലെ റെഡീം കോഡ് എടുത്ത് പ്ലേ സ്റ്റോർ ബാലൻസ് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്ലേ സ്റ്റോർ ബാലൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫുട്ബോൾ ക്ലബ് കോയിനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുക. അതെങ്ങനെ എടുക്കാമെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതിനായിട്ട് നേരെ ഈ ഫുട്ബോൾ ഓപ്പൺ ചെയ്യുക. കോയിൻസിൻ്റെ സെക്ഷനിൽ വരെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ബാലൻസ് എത്രയാണോ അതിനനുസരിച്ചുള്ള ഒരു പാക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ പ്ലേ സ്റ്റോർ ബാലൻസ് ഇതുപോലെ പോപ്പ് ആയിട്ട് വരും. അടിയിലുള്ള ആ ഒരു ബൈ എന്നുള്ള എടുത്ത് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പ്ലേ സ്റ്റോർ ബാലൻസ് എന്ന് പറയുന്ന എമൗണ്ട് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്കും ഈ ഫുട്ബോൾ ക്ലബ് കോയിൻ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലേ സ്റ്റോർ ബാലൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് റെഡീം കോഡ് എടുക്കുന്നത്. അപ്പോൾ നൈസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിളിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഒരു വീഡിയോസ് സെറ്റപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ഉപയോഗിച്ച ഒരു അടിപൊളി വീഡിയോ വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.